രാഹുൽ ഈശ്വരെ അങ്ങ് ഏത് ചരിത്രമാണ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. 1947 ഡിസംബറിൽ രാംലീല മൈതാനത്ത് നടന്ന പ്രസംഗത്തിലാണ് പച്ചയ്ക്ക് ഗോൾവാൾക്കർ മഹാത്മാഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്നത്. ഗാന്ധിജി ഡൽഹിയിൽ നിന്ന് മാറിയാൽ നമുക്കിവിടെ നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യാം എന്ന് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വെള്ളപൂശല്ലേ? അതിന് ഈ കുട്ടിയൊക്കെ പോരാതെ വരും. ഗുരുജിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഗുരുജിക്ക് GD സവർക്കർ എഴുതിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി ചില തെറ്റ് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗുരുജി മാറി, പിന്നീട് ഗാന്ധിജിയുടെ അടുത്തേക്ക് വന്നു. ഗാന്ധിജി എന്റെ പേരുച്ചരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു എന്ന് ഗുരുജി എഴുതി. ഗാന്ധിജി ഗുരുജിയോട് പറഞ്ഞ് എന്താ അറിയാമോ, നിങ്ങൾക്ക് ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതീയത ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നല്ലതാണ്. ഇത്തരം രാഹുൽ ഈശ്വരെ അങ്ങ് ഏത് ചരിത്രമാണ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. 1947 ഡിസംബറിൽ രാംലീല മൈതാനത്ത് നടന്ന പ്രസംഗത്തിലാണ് പച്ചയ്ക്ക് ഗോൾവാൾക്കർ മഹാത്മാഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യും എന്ന സൂചനയുള്ള പ്രസംഗം 1947 ഡിസംബറിൽ രാംലീല മൈതാനത്ത് നടത്തി. 30 ദിവസം തികയുന്നതിന് മുൻപാണ് മഹാത്മാഗാന്ധി നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിക്കുന്നത്. ആ പ്രസംഗത്തിലാണ് പറയുന്നത് ഗാന്ധിയെ സൈലൻസ് ചെയ്യാൻ, നിശബ്ദരാക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന്. അതിൽ 1 മാസം തികയുന്നതിന് മുമ്പ് ഗാന്ധിജി കൊല്ലപ്പെട്ടു. ഇതിൽ ഗോൾവാൾക്കറുടേതായി പോലീസ് രേഖകളെ ഉദ്ധരിച്ച് ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം, ഗാന്ധിജി ഡൽഹിയിൽ നിന്ന് മാറിയാൽ നമുക്കിവിടെ നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യാം എന്ന് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വെള്ളപൂശല്ലേ? അതിന് ഈ കുട്ടിയൊക്കെ പോരാതെ വരും.